ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജാനുവരി ബാച്ചിൽ എക്സാം എഴുതിയ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിന്റെയും റിസൾട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1-2 സബ്ജക്റ്റിന്റെ ഒക്കെ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഹാപ്പിയാണ്. എന്നിരുന്നാലും അപൂർവം ചില സ്റ്റുഡൻസിന് ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ല, അപ്പോൾ മാർക്ക് കിട്ടാൻ ഇനി എന്തൊക്കെ ഓപ്ഷൻ ആണ് ഉള്ളത് എന്ന്. അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, മാർക്ക് കൂടാനും, അതുപോലെ തോറ്റുപോയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അവർക്ക് സേ എക്സാം ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് റിവാലുവേഷൻ ഓപ്ഷനാണ്. അപ്പോൾ റിവാലുവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റുഡൻസിന് റിവാലുവേഷൻ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ റിവാലുവേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി മാർക്ക് കുറഞ്ഞ സ്റ്റുഡൻസ് അല്ല തോറ്റുപോയ സ്റ്റുഡൻസിനെ നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടെ റിവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്കൊന്നും കൂടെ മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് റിവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ ഇതിലെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 750 രൂപയാണ് പെർ ഒരു സബ്ജക്റ്റിന് വരുന്നത്. അതായത് ഒരു പെർ സബ്ജക്റ്റിന് 750 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒന്നുകൂടെ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ വെറും 200 to 250 റുപ്പീസ് ആണ് വരുന്നത്. പക്ഷെ നിങ്ങളൊരു പേപ്പർ റിവാലുവേഷന് കൊടുക്കുമ്പോൾ 750 രൂപയാണ് ഒരു സബ്ജക്റ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം റിവാലുവേഷന് കൊടുക്കണം. കാരണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് റിവാലുവേഷന് കൊടുക്കേണ്ടത്. അല്ലാത്ത സ്റ്റുഡൻസ് നെക്സ്റ്റ് ടൈം എക്സാം എഴുതാം. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ആയാലും അതുപോലെ ഇനി ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റു പോയിട്ടുണ്ടെങ്കിലും നെക്സ്റ്റ് ടൈം, അതായത് ജൂലൈയിൽ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഇത്രയും എമൗണ്ടും നിങ്ങൾക്ക് ചിലവാവില്ല. അപ്പം നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചിന്തിച്ച് നല്ലൊരു തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഏതെങ്കിലും സ്റ്റുഡൻസിന് ഫോട്ടോ കോപ്പി, ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ കോപ്പി വേണം എന്നുണ്ടെങ്കിൽ 100 റുപ്പീസ് ആണ് അതിന് പേയ്മെന്റ് വരുന്നത്. അതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചില സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കും വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ആൻസർ ഷീറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുക. അതായത് ഫോട്ടോ കോപ്പിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവർ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെയിലിലേക്കാണ് നിങ്ങളുടെ റീജിയണൽ സെന്റർ അല്ലെങ്കിൽ സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ കോഡ്, അതുപോലെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എന്നിവയൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റിസൾട്ട് വന്നതിന് ശേഷം ഒരു 40 ഡേയ്സിന് ഉള്ളിലാണ് റിവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാ റിസൾട്ടും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് സബ്ജക്റ്റിന്, ഓരോ സബ്ജക്റ്റിനും ഡിഫറെൻറ്റ് ടൈമിലാണ് നമുക്ക് റിസൾട്ട് വരാമെന്നറിയാം. അപ്പോൾ ഒരു സബ്ജക്റ്റിന്റെ റിസൾട്ട് വന്ന് നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ആണ് റിവാലുവേഷന് കൊടുക്കേണ്ടത് എങ്കിൽ ആ റിസൾട്ട് വന്ന് 40 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ റിവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ ഫോട്ടോ കോപ്പി, ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വിത്തിൻ 30 ഡേയ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സർവീസ് യൂണിവേഴ്സിറ്റി അവൈലബിൾ ആക്കുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് OMR പേപ്പേഴ്സ്. അപ്പം നിങ്ങൾക്ക് അറിയാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ എക്സാം എഴുതിയാലുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ അസൈൻമെന്റ്, പ്രാക്ടിക്കൽ പേപ്പേഴ്സ്, ഇതിനൊന്നും റിവാലുവേഷനോ അതുപോലെ ആൻസർ ഷീറ്റിന്റെ കോപ്പിയോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ റിവാലുവേഷന് കൊടുത്ത സബ്ജക്റ്റിന്റെ റിസൾട്ട് എന്നാണ് വരിക എന്നുള്ളത്. അപ്പൊ അത് കറക്റ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് വാലുവേഷൻ കഴിഞ്ഞ് റിസൾട്ട് വരാൻ എന്തായാലും ഒരു ടൈം പീരീഡ് എടുക്കും. ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതി ഇത്രയും നാൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ടൈം പീരീഡ് എന്തായാലും റിവാലുവേഷന്റെ മാർക്ക് ഷീറ്റ്, അതായത് മാർക്ക് പബ്ലിഷ് ആവാൻ വേണ്ടി ടൈം എടുക്കും. അപ്പൊ അതും നിങ്ങൾ മൈൻഡിൽ വെക്കണം. കറക്റ്റ് നമുക്ക് എന്ന് വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് കഴിവതും റിവാലുവേഷൻ ഒഴിവാക്കാണ് നല്ലത്. കാരണം ഇത്രയും പേയ്മെന്റ് നമ്മൾ മുടക്കി, അതുപോലെ റിസൾട്ട് കറക്റ്റ് ഈ ഒരു ടൈം പീരീഡ് വരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. റിവാലുവേഷൻ കൊടുത്തിട്ടും സ്റ്റുഡൻസിന് മാർക്ക് കൂടിയ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്.
അപ്പൊ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച്, ഇത്രയും പേയ്മെന്റ് മുടക്കുന്ന ഒരു കാര്യമാണ്, നന്നായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് മാർക്ക് കൂടാനുള്ള ചാൻസ് 100% ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് റിവാലുവേഷന് കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ പാസ്സായില്ല, ഫെയിൽ ആയി പോയി എന്നുള്ള സ്റ്റുഡൻസും ടെൻഷൻ ആവണ്ട. റിവാലുവേഷന് കൊടുത്തിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജൂലൈ ബാച്ചിൽ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാം. കുറച്ചും കൂടെ നന്നായി പഠിച്ചതിന് ശേഷം എക്സാം എഴുതിയാൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും പാസ്സാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒരു കാരണവശാലും ഇപ്പോൾ തോറ്റുപോയി എന്നുള്ള സങ്കടത്തിൽ ആരും ഇരിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള ആലോചിച്ച് നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നെക്സ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാവും. അപ്പോൾ നമ്മുടെ റിവാലുവേഷൻ, എക്സാം മുതലായ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എനിവേ, താങ്ക് യു.